ഹരേ കൃഷ്ണ. നാരായണ നാരായണ. നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. നാരായണ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭഗവത്ഗീത സ്വാധ്യായ പരമ്പര തുടരുകയാണ്. ഇന്നലെ ഉണ്ടായില്ല, ഇന്ന് മുതൽക്ക് വീണ്ടും ആരംഭിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളുടെ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓണല്ലേ, അതുകൊണ്ട് സംശയം ഉണ്ടാവും പലർക്കും.
മറന്നുപോയി ഇടാനായിട്ട്. സാരമില്ല, അറിയുന്നവർക്കറിയാം. രണ്ടാം അധ്യായത്തിലെ 37 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അവിടുന്ന് തുടരണം. അപ്പം നമുക്ക് 21 ശ്ലോകം മുതൽക്ക് 37 വരെ ചൊല്ലാം. രണ്ടാം അധ്യായം 21 മുതൽ 37 വരെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ദ്വിതീയോധ്യായഃ സാഖ്യയോഗഃ. ശ്രീഭഗവാനുവാച വേദാവിനാശിനം നിത്യം യയേനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംജാതി നവാനി ദേഹി നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപഃ ന ശോഷയതി മാരുതഃ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവ ച നിത്യഃ സർവഗതസ്ഥാണുഃ അചലോയം സനാതനഃ അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി അദ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യേർത്ഥേ ന ത്വം ശോചിതുമർഹസി അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത് ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാദ്ധിയുദ്ധാത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തെ യുദ്ധമീദൃശം അത ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിഃ മരണാദതിരിച്യത്തെ ഭയാദ്രണാദുപരതം മംസ്യന്തെ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതഃ ഭൂത്വാ യാസ്യസി ലാഘവം അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. നാരായണ. അടുത്ത ശ്ലോകം കൂടി പറഞ്ഞു പോകുന്നു, ഭാഷ്യം പറഞ്ഞിട്ടില്ല. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. അപ്പോൾ 30 ശ്ലോകം വരെ സാഖ്യം എന്നുള്ള പാരമാർത്ഥിക തത്വവിചാരം, എന്താണ് ആത്മാ എന്താണ് അനാത്മാ
എന്താണ് ദേഹം, എന്താണ് ദേഹി? ആത്മാവിന് അഥവാ ദേഹിക്ക് മരണമില്ല, നാശമില്ല. ദേഹമാകട്ടെ നിത്യം നശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവുമാണ്. അതുകൊണ്ട് ഇത് രണ്ടിനെക്കുറിച്ചും വിവേകമുള്ളവർ, ചിന്തിക്കുന്നവർക്ക് രണ്ടിനെക്കുറിച്ചും ദുഃഖിക്കേണ്ട കാര്യമില്ല. നശിക്കാത്തതിനെക്കുറിച്ച് നശിക്കുന്നു എന്ന് ദുഃഖിക്കുന്നതും മൗഢ്യമാണ്. എന്നും നശിച്ചുകൊണ്ടിരിക്കുന്നതും നശിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നതും മൗഢ്യമാണ്. ഇത് രണ്ടും ദുഃഖം അർഹിക്കുന്നില്ല. രണ്ടിൻ്റെയും സ്വരൂപം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുഃഖത്തിന് വിഷയമേ അല്ല ഇത്. നൈവം ശോചിതും അർഹസി, നൈവം ശോചിതും അർഹസി, നത്വം ശോചിതും അർഹസി, തത്ര കാ പരിദേവന. ഇങ്ങനെ ആവർത്തിച്ച് ഈ വിഷയത്തിൽ ദുഃഖിക്കുന്നത് മൗഢ്യമാണ്, മൂഢന്മാരുടെ സ്വഭാവമാണ്. വിവേകികൾ ഈ വിഷയങ്ങളിൽ ദുഃഖിക്കുന്നില്ല എന്ന് പാരമാർത്ഥിക തലത്തെ പറഞ്ഞതിന് ശേഷം അർജുനൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് ഭഗവാൻ ഇറങ്ങി വന്നുകൊണ്ട് ക്ഷത്രിയൻ എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ബുദ്ധിയും വികാരവും കൊണ്ട് യുദ്ധത്തിനായിക്കൊണ്ട് നിശ്ചയിച്ച് വന്ന ആളാണ്. അവിടുന്നാണ് ഏതൊക്കെയോ ഭ്രമം കൊണ്ട്, അവിവേകം കൊണ്ട്, മൗഢ്യം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നത്. അത് ശരിയല്ല എന്ന് ആ തലത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ് 31 മുതൽ 37 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ. 36 വരയ്ക്കുള്ള ശ്ലോകങ്ങളാണ് പ്രധാനമായിട്ടും. ഇനി 37 അതിനോട് ചേർത്ത് അതിൻ്റെ കൺക്ലൂഷനായിട്ട് വായിക്കണം. അപ്പോൾ ഒരു ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് അർജുന, നിന്റെ ഡ്യൂട്ടിയാണ് സ്വധർമ്മത്തെ നോക്കിയാലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടുള്ളതല്ല. ഈ യുദ്ധം ധർമ്മ്യ യുദ്ധമാണ്. ഇതിനേക്കാൾ ശ്രേയസ്കരമായിട്ടുള്ളൊരു അവസരം ക്ഷത്രിയന്മാർക്ക് ലഭിക്കാൻ ഇല്ല. യാദൃച്ഛികമായി വന്നു ചേർന്നതും തുറന്നുവെച്ച സ്വർഗദ്വാരവുമായിരിക്കുന്ന ഇതുപോലെയുള്ളതായിട്ടുള്ള യുദ്ധം ഭാഗ്യവാന്മാരായ ക്ഷത്രിയന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി നീ ഈ യുദ്ധം ചെയ്യുന്നില്ല എങ്കിൽ, ഈ ധർമ്മയുദ്ധത്തെ ചെയ്യുന്നില്ല എങ്കിൽ നിന്റെ സ്വധർമ്മത്തെ വെടിഞ്ഞ് കീർത്തിയും കളഞ്ഞ് നീ പാപത്തെ പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ നേടേണ്ടതൊക്കെ നഷ്ടപ്പെടുത്തുകയും കളയേണ്ടതിനെ സ്വീകരിക്കുകയും ചെയ്യും. മാത്രമല്ല, നിന്നെക്കുറിച്ച് മനുഷ്യരെല്ലാവരും തന്നെ നിനക്ക് ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ദുഷ്കീർത്തിയെ പറഞ്ഞു പരത്തും. നിന്നെപ്പോലെ മറ്റുള്ളവരാൽ ബഹുമാനിതനായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ കേൾക്കുന്നതായിട്ടുള്ള അകീർത്തി അത് മരണത്തെക്കാൾ ഭീകരമാണ്, ഭയങ്കരമാണ്. നിന്നെക്കുറിച്ച് ഭീഷ്മദ്രോണാദികൾ, കർണൻ, ദുര്യോധനൻ മുതലായ മഹാരഥന്മാർ ഭയം കാരണം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞവൻ എന്ന് കരുതും. ഏതൊരു മഹാരഥന്മാർക്കാണോ നീ ബഹുമാനിതനായി ഭവിച്ചിട്ടുള്ളത്, അവരുടെ മുമ്പിൽ നീ ലഘുത്വത്തെ, ലാഘവത്തെ, നിസാരതയെ പ്രാപിക്കും. ഇനി നിന്നെക്കുറിച്ച് നിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ തവ അഹിതാഹ അവാച്യവാദാൻ ബഹൂൻ വദിഷ്യന്തി, ഒരുപാട് പറയാൻ പാടില്ലാത്ത നിന്നെക്കുറിച്ച് വൃത്തികേടുകൾ പറഞ്ഞു പരത്തും. നിന്ദന്തസ്തവ സാമർത്ഥ്യം, നിന്റെ അതുകൊണ്ട് ഈ യുദ്ധം നീ ചെയ്യുക തന്നെ വേണം. ഇത് ചെയ്യുന്നത് മാത്രമേ നിനക്ക് നിന്റെ മുമ്പിൽ ഒരു വഴിയുള്ളൂ. ഇതിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത് ഒരു പ്രകാരത്തിലും നിനക്ക് ശ്രേയസ്കരം അല്ല. ഈ യുദ്ധം ചെയ്താൽ ആകെ കൂടി 2 റിസൾട്ടേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ നീ ജയിക്കും, അല്ലെങ്കിൽ നീ മരിക്കും. രണ്ടും നിനക്ക് ലാഭം നൽകുന്നതാണ്. നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗം, ജയിച്ചാൽ നിനക്ക് ഭൂമിയെ അനുഭവിക്കാം.
അതുകൊണ്ട് തന്നെ നീ യുദ്ധത്തിനായിക്കൊണ്ട് നിശ്ചയം ചെയ്ത് എഴുന്നേൽക്കൂ. ഹതോവാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. യുദ്ധത്തിനായിക്കൊണ്ട് നിശ്ചയം ചെയ്ത് നീ എഴുന്നേൽക്കൂ. രണ്ടിലൊന്ന്, രണ്ടാണെങ്കിലും ഏതാണെങ്കിലും ലാഭം മാത്രമാണ്. ഒന്നുകിൽ മരിച്ചാൽ സ്വർഗം, ജീവിച്ചിരിക്കുകയാണെങ്കിൽ യുദ്ധം ജയിച്ച് ഭൂമിയെ അനുഭവിക്കാം, രാജകീയമായിട്ടുള്ള ഭോഗങ്ങളെല്ലാം അനുഭവിക്കാം. രണ്ടും നഷ്ടമല്ല. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ മൊത്തം നഷ്ടം മാത്രമായിരിക്കും. എല്ലാ തലത്തിലും ഭൗതികവും ആധ്യാത്മികവും പാരത്രികവും ആയിരിക്കുന്ന എല്ലാ രംഗത്തും നീ പരാജയമായിരിക്കും. ഈ ലോകവുമില്ല, പരലോകവുമില്ല, മോക്ഷവുമില്ല. ഒരു ഗതിയും പരഗതിയുമില്ലാതെ നീ ഗതി കിട്ടാത്ത പ്രേതത്തെ പോലെ അലയേണ്ടി വരും ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ. ഇങ്ങനെ അർജുനന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷനെ ഭഗവാൻ വ്യക്തമായിട്ട് തീർത്തു കൊടുക്കുകയാണ്, മാർഗനിർദ്ദേശം കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ഈ യുദ്ധത്തിൽ നിന്ന് അർജുനൻ പിന്തിരിയുന്നത് അർജുനനും ലോകത്തിനും ഹിതകരമായിട്ടുള്ള കാര്യം അല്ല. അത് ഉറപ്പിക്കുകയാണ്. ഇനി യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെ വേണം യുദ്ധം ചെയ്യാൻ എന്നതാണ് 38ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭൗ സമൗ കൃത്വ ജയാജയൗ സമൗ കൃത്വ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. സുഖദുഃഖങ്ങളെ സമമാക്കി ചെയ്ത് ലാഭനഷ്ടങ്ങളെ സമമാക്കി കരുതി ജയപരാജയങ്ങളെയും സമഭാവനയോടെ സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിനായിക്കൊണ്ട് നീ ഒരുങ്ങിയാലും നിനക്ക് പാപമുണ്ടാകാൻ പോകുന്നില്ല. ഈ യുദ്ധം ചെയ്തില്ലെങ്കിൽ മാത്രമാണ് നിനക്ക് പാപമുണ്ടാകാൻ പോകുന്നത്. ഈ യുദ്ധത്തിൽ നിന്ന് ഒരു കാരണവശാലും ആരെ നീ കൊന്നാലും ഈ യുദ്ധത്തിൽ നിന്ന് നിനക്ക് പാപമുണ്ടാകാൻ പോകുന്നില്ല. നിന്റെ പിതാമഹനായ ഭീഷ്മരെ നീ കൊന്നോ, നിന്റെ ഗുരുനാഥനായ ദ്രോണരെ നീ കൊന്നോ, നിന്റെ സഹോദര സ്ഥാനീയരായിട്ടുള്ള ആളുകളെ, ഗുരുസ്ഥാനീയരെ, അച്ഛൻ്റെ സ്ഥാനീയരെ, അമ്മാമൻ്റെ സ്ഥാനീയന്മാരെ, മക്കളുടെ സ്ഥാനീയന്മാരെ, പൗത്രന്മാരുടെ സ്ഥാനീയന്മാരെ, ആരൊക്കെ ഉണ്ടോ, സുഹൃത്തുക്കളുണ്ടോ, ആരെയൊക്കെ വേണമെങ്കിൽ ഈ യുദ്ധത്തിൽ നീ കൊന്നോ. ഒരു ക്ഷത്രിയൻ അവൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ മുഖം നോക്കാതെ ആരെ വേണമെങ്കിൽ കൊല്ലാം. അതുകൊണ്ട് പാപം ബാധിക്കപ്പെടുന്നില്ല. നൈവം പാപം അവാപ്സ്യസി. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശ്ലോകം, 38ാമത്തെ ശ്ലോകം. അതിൻ്റെ ഭാഷ്യം കണ്ടിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ശ്ലോകത്തിലേക്ക് ആമുഖമായിട്ട് ഭാഷ്യകാരൻ ഒരു വാചകം പറഞ്ഞു. തത്ര യുദ്ധം സ്വധർമ്മം ഇതിയേവം യുദ്ധ്യമാനസ്യ ഉപദേശം ഇമം ശൃണു. നീ ഇവിടെ നിന്റെ സ്വധർമ്മമായ യുദ്ധത്തെ, അത് സ്വധർമ്മമാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഉപദേശത്തെ കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പദങ്ങളുടെ അർത്ഥം നോക്കാം. സുഖദുഃഖേ സമേ തുല്യേ കൃത്വ രാഗദ്വേഷൗ അകൃത്വ ഇത്യേതത് തദാ ലാഭാലാഭൗ ജയാജയൗ ച സമൗ കൃത്വ തതോ യുദ്ധായ യുജ്യസ്വ ഗഡസ്വ ന ഏവം യുദ്ധം കുർവൻ പാപം അവാപ്സ്യസി ഇത്യേഷഃ ഉപദേശഃ പ്രാസംഗികഃ. ഇതാണ് ഭാഷ്യകാരൻ ഈ ഒരു ശ്ലോകത്തെക്കുറിച്ച് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ചുരുങ്ങിയ വാക്കുകൾ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഇടയിൽ തുല്യേ രാഗദ്വേഷ അകൃത്ത ഇത്യേതത് തഥാ സമൗ കൃത്വ ഘടസ്വ ഏവം യുദ്ധം കുർവന്
പാപമവാപ്സ്യസി എന്നുള്ള ശ്ലോകത്തിലാണ് ഇത്യേഷ ഉപദേശ പ്രാസംഗിക. ഇത്രയും ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു. അപ്പോൾ സുഖദുഃഖേ സമേ, സമേ എന്നുള്ളതിന് തുല്യേ കൃത്വ, തുല്യേ എന്ന് അർത്ഥം പറഞ്ഞുള്ളൂ. സമേ എന്നുള്ളതിന് തുല്യേ, തുല്യം, തുല്യേ, തുല്യാനി, സമം, സമേ, സമാനി. അപ്പൊ സമം എന്നുള്ളത് നപുംസകലിംഗമാണ്. എന്തുകൊണ്ട്? സുഖം ദുഃഖം ച, സുഖദുഃഖേ എന്ന് നപുംസകലിംഗം ദ്വിവചനം. ദ്വിതീയ ദ്വിവചനത്തിലാണ് ഇവിടെ എടുക്കേണ്ടത്. സുഖദുഃഖങ്ങളെ സമമാക്കി ചെയ്ത്, തുല്യമാക്കി ചെയ്ത് എന്നാണ്. അപ്പൊ എങ്ങനെയപ്പാ സുഖദുഃഖങ്ങളെ തുല്യമാക്കി ചെയ്യുക? സുഖം സുഖമല്ലേ, ദുഃഖം ദുഃഖമല്ലേ? അതിനെ അങ്ങനെ കാണുന്നതല്ലേ വിവേകം? സുഖത്തെ സുഖമായി കാണുകയും ദുഃഖത്തെ ദുഃഖമായി കാണുന്നതുമല്ലേ വിവരം? അതല്ലേ വിവേകം? രണ്ടിനെയും വകതിരിവ് വേണ്ടേ? വകതിരിവില്ലാതെ രണ്ടിനെയും ഒരുപോലെ കാണുന്നത് ശരിയാണോ? അല്ലേ? നമുക്ക് അനുകൂലമായി വരുന്ന അനുഭവങ്ങളെയാണ് നമ്മൾ സുഖം എന്ന് പറയുന്നത്, പ്രതികൂലമായി വരുന്ന അനുഭവങ്ങളെയാണ് ദുഃഖം എന്ന് പറയുന്നത്. ഇത് രണ്ടും പരസ്പര വിരുദ്ധങ്ങളായിരിക്കെ അതിനെ എങ്ങനെ സമമാക്കാൻ പറ്റും? രണ്ട് വിരുദ്ധ അനുഭവങ്ങളെ സമമാക്കുന്നവൻ മന്ദബുദ്ധിയല്ലേ, പൊട്ടനല്ലേ? വിരുദ്ധങ്ങളെ വിരുദ്ധങ്ങളായി കാണുന്നതല്ലേ ബുദ്ധി, അതല്ലേ വിവേകം? അല്ലേ? എങ്ങനെയാണ് നമ്മളൊക്കെ ചോദിക്കുക. അതിങ്ങനെ രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ പറ്റുക, രണ്ടിനെയും ഒരുപോലെ കാണാൻ പറ്റുക? അതിനാണ് ആചാര്യ ഭഗവത്പാദർ ഉടനെ രണ്ട് ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് പറഞ്ഞു, രാഗദ്വേഷൗ അകൃത്വ ഇത്യേതത്. രാഗദ്വേഷൗ അകൃത്വ ഇത്യേതത്. ഈ തുല്യമാക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ താല്പര്യം? സുഖം സുഖം തന്നെയാണ്, ദുഃഖം ദുഃഖം തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനുകൂലവും പ്രതികൂലവും രണ്ടും രണ്ടു തന്നെയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെ എങ്ങനെ സ്വീകരിക്കണം? രാഗദ്വേഷൗ അകൃത്വ എന്ന് പറഞ്ഞാൽ എന്താ? രാഗദ്വേഷങ്ങളെ ചെയ്യാതെ. ഇതാണ് ഈ സമയകൃത്വ എന്നുള്ളതിൻ്റെ ഒന്നുകൂടെയുള്ള വ്യാഖ്യാനം. രാഗദ്വേഷൗ അകൃത്വ. എന്താ രാഗം, എന്താ ദ്വേഷം? രാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളോടുള്ള നമ്മുടെ ഇനിയും വേണം എന്നുള്ളതായിട്ടുള്ള ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ് രാഗം. അനുകൂലം വരുമ്പോൾ ഇനിയും 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 അനുകൂലം വന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളൊരു വാസന നമ്മുടെ ഉള്ളിൽ വളർന്നു വരും. അനുകൂല സാഹചര്യങ്ങളോട് എപ്പോഴും പ്രതിപത്തി, തൃഷ്ണ, സംഘം. ഇനിയും ഇത് വരണം, ഇനിയും ഇത് വരണം, ഇനിയും ഇതുപോലെ തന്നെ ഇരിക്കണം. അതിൻ്റെ പേരാണ് രാഗം. ദ്വേഷം എന്താണ്? ദ്വേഷം എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ്. ഒരു വിപരീത ബുദ്ധി, എന്താണ്, അവേർഷൻ. ഇത് വേണ്ട എനിക്ക് എന്നുള്ളതായിട്ടുള്ള ഭാവം. പ്രതികൂലമായത് വരുമ്പോൾ ഇതെനിക്ക് സഹിക്കാനാവുന്നില്ല, ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് വേണ്ട എന്നുള്ളതായിട്ടുള്ള ആ ഒരു മനോഭാവത്തിനാണ് ദ്വേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ചെയ്യാതെ എന്നാണ്. എന്ന് പറഞ്ഞാൽ സുഖത്തെ സുഖമായിട്ട് തന്നെ കണ്ടോളൂ, ദുഃഖത്തെ ദുഃഖമായി തന്നെ കണ്ടോളൂ. പക്ഷേ ഈ സുഖം ഇനിയും ഞാൻ വിചാരിക്കുന്നത് പോലെ ഇനിയും ഇനിയും ഇതുപോലെ തന്നെ വരണമെന്ന് കരുതാതിരിക്കുക, ഈ ദുഃഖം വരണ്ട എന്നും കരുതാതിരിക്കുക. അതിനോട് ദ്വേഷബുദ്ധിയും ഇല്ലാതിരിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല, ഈ ലോകത്തിൽ ആരുടെ ജീവിതത്തിലും ഈ സുഖവും ദുഃഖവും ഇടകലർന്ന് വന്നുകൊണ്ടേയിരിക്കും, സമ്മിശ്രമായി വന്നുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഒരു റീസൈക്ലിംഗ് പ്രോസസ്സാണ്. വീണ്ടും വീണ്ടും വന്നും പോയിക്കൊണ്ടിരിക്കുക. ഋതുക്കൾ മാറുന്നത് പോലെ, ദിനരാത്രങ്ങൾ മാറുന്നത് പോലെ
എന്നും എപ്പോഴും പകലായിരിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുമോ? രാത്രി വരരുത്, രാത്രി എനിക്ക് പേടിയാവണു, രാത്രി ദുഃഖമാണ്, എനിക്ക് എന്നും പകൽ മതി എന്നാരെങ്കിലും പറയാറുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ ആരെങ്കിലും സ്ട്രോങ് ആയിട്ട് ശാഠ്യം പിടിക്കാറുണ്ടോ? എനിക്ക് രാത്രി വേണ്ട, രാത്രിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല, എനിക്ക് എപ്പോഴും പകൽ മതി എന്നാരെങ്കിലും പറയുമോ? അങ്ങനെ പറഞ്ഞാൽ അവനെ എന്ത് പറയും? ഭ്രാന്തൻ എന്ന് പറയും. എടാ, നീ നിഷേധിച്ചാലും ഇല്ലെങ്കിലും വരാനുള്ള രാത്രി വന്നിരിക്കും. നീ എത്ര ബലം പിടിച്ച് തടഞ്ഞാലും വരാനുള്ള രാത്രി വന്നിരിക്കും. നിനക്ക് രാത്രിയെ പേടിയാണെന്ന് വിചാരിച്ചിട്ട് രാത്രിക്ക് വരാതിരിക്കാനാവില്ല. നിനക്ക് പകൽ ഇഷ്ടമാണെന്ന് കരുതി പകൽ പോകാതിരിക്കുകയും ഇല്ല. അപ്പം നിന്റെ ഇഷ്ടത്തിനുള്ളതല്ല ഈ പ്രപഞ്ച നിയമങ്ങൾ, പ്രകൃതി നിയമങ്ങൾ. അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. പകൽ കഴിഞ്ഞാൽ രാത്രി, രാത്രി കഴിഞ്ഞാൽ പകൽ ആവർത്തിക്കും. അത് നിനക്ക് തടയാനാകുമോ? അപ്പം നീ വെറുതെ തടയാൻ ശ്രമിച്ചാൽ ആരാ ദുഃഖിക്കേണ്ടി വരിക? ആരാ പരാജയപ്പെടുക? നീ പരാജയപ്പെടും. അതുകൊണ്ട് വിവേകമുള്ള നീ എന്ത് ചെയ്യണു? ബുദ്ധിമാനായിട്ട് നീ രാത്രിയെ അക്സെപ്റ്റ് ചെയ്യുന്നു, പകലിനെയും അക്സെപ്റ്റ് ചെയ്യുന്നു. നേരിട്ടേ മതിയാവും. നിനക്ക് എത്ര ദുഃഖമാണെങ്കിലും എത്ര പേടിയാണെങ്കിലും രാത്രി വരുമ്പോൾ രാത്രിയെ വേണ്ട രീതിയിൽ സ്വീകരിക്കുക. പകൽ വരുമ്പോൾ പകലിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കുക. പകൽ പോകുമ്പോൾ പകലിനെ യാത്രയയക്കുക. രാത്രിയെ സ്വാഗതം ചെയ്യുക. രാത്രി കഴിഞ്ഞ് പോകുമ്പോൾ രാത്രിയോട് യാത്ര പറയുക. പകൽ വരുമ്പോൾ പകലിനെ സ്വാഗതം ചെയ്യുക. ഇനി ചിലർക്ക് പകലിനെയാണ് പേടി, അല്ലേ? രാത്രിയാണെങ്കിൽ സ്വൈരമായിട്ട് ഇരിക്കാമായിരുന്നു, കിടന്നുറങ്ങാമായിരുന്നു. രാവിലെ ആയാൽ പണിക്ക് പോണ്ടേ, രാവിലെ ആയാൽ കടം മേടിച്ചവരൊക്കെ ചോദിക്കാൻ വരില്ലേ? പല പല പ്രശ്നങ്ങൾ പകലായി കഴിഞ്ഞാൽ അവർക്ക് വെളിച്ചം ദുഃഖമാണ്. അവർ പകലാവാതിരിക്കാൻ കാത്തിരിക്കും, അല്ലേ? നാളെ നേരം പുലർന്നാൽ ഇന്നത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നേരം പുലരാതിരിക്കണേ. നാളെ നേരം പുലർന്നാൽ നിങ്ങൾക്ക് ഇന്നത് നഷ്ടമാകും, ഇന്നത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനം ഒഴിയേണ്ടി വരും. നിങ്ങളിപ്പോൾ ഒരു സ്ഥാനം വഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നാളത്തോടുകൂടി നിങ്ങളുടെ എക്സ്പയറി ഡേറ്റായി ആ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഇറങ്ങേണ്ട സമയമാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും നേരം പുലരാതിരുന്നെങ്കിൽ എന്ന് വെച്ചിട്ട് സൂര്യൻ ഉദിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ദിനരാത്രങ്ങൾ എന്നതുപോലെ മഴക്കാലവും വേനൽക്കാലവും മഞ്ഞുകാലവും വസന്തകാലവും മാറി മാറി വരുന്നതിനെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ അവശ്യം ഭാവികളാണ് സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും. അത് നമ്മുടെ കൺട്രോളിലല്ല. സുഖവും ദുഃഖവും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അത് വരുന്നതിനെ തടയാൻ നമ്മളെ കൊണ്ടാവില്ല. നമുക്കതിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് മാത്രമേ ചോയ്സ് ഉള്ളൂ. പകലും രാത്രിയും മാറ്റിവെക്കാൻ നമ്മളെ കൊണ്ടാവില്ല, തടയാനാവില്ല. അതിനെ വിവേകപൂർവം ബുദ്ധിപൂർവം സ്വാഗതം ചെയ്യുക, പ്രിപ്പയർഡായിരിക്കുക. ഋതുക്കൾ മാറി വരുമ്പോൾ ബലം പ്രയോഗിച്ച് തടയാൻ ശ്രമിക്കേണ്ട, പരാജയപ്പെടും. അതിനെ സ്വാഗതം ചെയ്യുക, സന്തോഷപൂർവം സ്വാഗതം ചെയ്യുക. അത് ഏത് ഋതുവാണെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും, നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും നിങ്ങളതിനെ സ്വാഗതം ചെയ്യാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡായാൽ നിങ്ങൾ ജയിച്ചു. അത് കഴിഞ്ഞു പോകും, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ അതിനെ വലിയ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചു നേരം എന്നുള്ളത് വലിയ യുഗം പോലെ തോന്നും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിനോട് നിങ്ങൾ പ്രതികരിച്ച് മല്ലിട്ട്
എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കും തോറും ഓരോ നിമിഷവും ഓരോ യുഗം പോലെ നീണ്ടുപോകും. അതുകൊണ്ട് ഏത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള സാഹചര്യത്തെയും കാലാവസ്ഥയെയും വ്യക്തികളെയും വരാൻ അനുവദിക്കുക. ലെറ്റ് ഇറ്റ് കം. നല്ല മനസ്സ് ഉറച്ചുകൊണ്ട് നേരിടുക, ഫേസ് ചെയ്യുക. കം വാട്ട് മേ എന്ന് പറയില്ലേ, എന്തും വരട്ടെ ഞാൻ നേരിടും എന്നുള്ള ആ ഒരു പ്രിപ്പയർഡ്നെസ് അത് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ആ ഒരു നേരിടാനുള്ള ചങ്കൂറ്റം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏതനുഭവങ്ങൾക്കും നമ്മളെ കുലുക്കാനൊന്നും പറ്റില്ല. നമ്മൾ തയ്യാറാണ്, നമ്മൾ പ്രിപ്പയർഡാണ്. പ്രിപ്പയർഡ് അല്ലാത്ത ആളുകൾക്കാണത് ഷോക്കാവുക. ഏതനുഭവവും പ്രിപ്പയർഡ് അല്ലാത്തവർക്ക് ഷോക്കായി മാറുന്നു. പ്രിപ്പയർഡ് ആയിട്ടുള്ളവർക്ക് അത് ആസ്വാദ്യകരമായി മാറുന്നു. അല്ലേ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടുകാരൻ പുറകിൽ നിന്ന് വന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ ഒരടി അടിച്ചാൽ, മുതുകത്തൊരടി അടിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്നത് കൊണ്ടൊരു ഷോക്കായിരിക്കും. അതേ കൂട്ടുകാരൻ മുമ്പിൽ നിന്ന് നമ്മളെ എത്ര അടിച്ചാലും നമുക്ക് വേദനയില്ല. കാരണം നമ്മൾ കാണുകയാണ്, അവൻ കൂട്ടുകാരൻ നമ്മുടെ ദേഹത്ത് വന്ന് അടിക്കുകയാണ്, ചാടി വീഴുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. നമ്മളും ചിലപ്പോൾ നിലത്ത് വീണു എന്ന് വരും അയാളുടെ ചാട്ടത്തിൽ. എന്നാലും രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഉരുണ്ടു എന്ന് വരും. അല്ലേ, ഫുട്ബോൾ കളിയിലൊക്കെ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഗോൾ അടിച്ച ആളുടെ മേലെ കൂട്ടുകാരായിട്ടുള്ള ടീമിലുള്ള ആൾക്കാർ ചെന്ന് ചാടി വീഴുന്നത് കണ്ടിട്ടില്ലേ? അയാളുടെ പണി കഴിയുന്നു തോന്നും. പക്ഷെ അയാളത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അത് സന്തോഷമാണ്, അത് വേദന ഉണ്ടാക്കുന്നില്ല. ഈസ് പ്രിപ്പയർഡ്. നേരെ മറിച്ച് അതേ സമയം അദ്ദേഹം പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അങ്ങേർക്ക് ഇഷ്ടമില്ലാതെ അതേ പ്രഹരം ഏൽക്കുകയാണെങ്കിൽ അത് വലിയ വേദനയാവും. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡായാൽ എത്ര വലിയ പ്രശ്നവും നമുക്ക് നിസ്സാരമായി അനുഭവപ്പെടും. അതുകൊണ്ട് ഇന്നതേ വരാവൂ എന്നുള്ളതായിട്ടുള്ള ഒരു നിശ്ചയം നമ്മുടെ ഉള്ളിലില്ലാതെ സുഖത്തെ വരുമ്പോൾ സ്വാഗതം ചെയ്യുക, ദുഃഖത്തെ വരുമ്പോഴും സ്വാഗതം ചെയ്യുക. രണ്ടും തൽക്കാലത്തേക്ക് ഉള്ളൂ എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുക. ഇതിപ്പോൾ കടന്നു പോകും. ഈവൻ ദിസ് വിൽ പാസ് അവേ. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഈ അനുഭവം കുറച്ച് കഴിയുമ്പോൾ കടന്നു പോകും. എല്ലാം ഒരു പാസിംഗ് ഷോ. ഏത് ഗ്രഹണവും കുറച്ചു നേരം കഴിഞ്ഞാൽ വിട്ടുപോകും. അല്ലേ, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഗ്രഹണം ബാധിക്കാറുണ്ട്. അത് കുറച്ചു നേരത്തേക്ക് കഴിഞ്ഞു പോകും. ആ ഗ്രഹണം കഴിയുന്നത് വരെ നമ്മൾ പ്രത്യാശയോടെ പ്രാർത്ഥനാപൂർവം ഇരിക്കുന്നു. രാത്രികളിൽ നമ്മൾ പ്രാർത്ഥനാപൂർവം രാവിലെ ആവാൻ കാത്തിരിക്കുന്നു. എന്തായാലും ആവും എന്നുള്ള ഉറപ്പുണ്ട് നമുക്ക്. സൂര്യഭഗവാൻ രാവിലെ വരാതിരിക്കില്ല. അതുകൊണ്ട് രാത്രിയെ നമ്മൾ സന്തോഷപൂർവം, അല്ലെങ്കിൽ ഇത്തിരി ഭയമൊക്കെ ഉണ്ടെങ്കിലും ഒരു ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുന്നു, പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. അപ്പം അതുപോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും എന്നുള്ളത് എല്ലാവർക്കും മാറി മാറി വരുന്ന അവസ്ഥകളാണ്. അതിനെ സുഖം വരുമ്പോൾ ഇനിയും ഇതേ അവസ്ഥ നിലനിൽക്കണം എന്നുള്ള അതിനെ പിടിച്ചു നിർത്താനുള്ളതായിട്ടുള്ള ശ്രമമോ, ഇനിയും ആവർത്തിച്ച് ഇത് തന്നെ വരണം എന്നുള്ളതായിട്ടുള്ള രാഗമോ ഇല്ലാതിരിക്കുക. ദുഃഖം വരുമ്പോൾ ഇത് വരരുത് എന്ന് പറഞ്ഞ് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ, അതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാതിരിക്കലും വേണ്ട. അതുകൊണ്ട് രാഗദ്വേഷവും അകൃത്വായിത്യേതത്. അപ്പം നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം, സുഖം സുഖമാണ്, ദുഃഖം ദുഃഖമാണ്. അനുകൂല സാഹചര്യങ്ങൾ എല്ലാവർക്കും പ്രിയങ്കരങ്ങളാണ്, പ്രതികൂലം ആർക്കും പ്രീതികരങ്ങളല്ല. എങ്കിലും മാനസികമായി നമ്മൾ ഏത്
എന്തു വന്നാലും അതിനെ നേരിടാൻ തയ്യാറായാൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ലാഘവം ഉണ്ടാകും. അതിനത്രയും വലിയ ഭാരം ഉണ്ടാവുകയില്ല. നമ്മൾ പ്രിപ്പയർഡാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അഭ്യസിച്ച് ഈ ഒരു റെസിസ്റ്റൻസ്, ഒരു ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ശക്തി നമ്മുടെ മനസ്സിന് നമ്മൾ വളർത്തിയെടുക്കണം. ഇത് മനസ്സിൻ്റെ ഒരു ഇമോഷണൽ ബാലൻസാണ്. നമ്മൾക്ക് ഇന്നത്തെ തലമുറകൾക്ക്, ഇന്നത്തെ പുതിയ ജനറേഷന് IQ ഉണ്ട്, EQ കുറവാണ് എന്ന് പറയുക. IQ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് കോഷൻറ്റ്, ബുദ്ധിയുടെ നിലവാരം. ഇന്നത്തെ കുട്ടികൾക്ക്, പുതിയ തലമുറ കുട്ടികൾക്ക് ബൗദ്ധിക നിലവാരം നല്ലതുപോലെയുണ്ട്, നല്ല വളർച്ചയുണ്ട്. നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ചെടുക്കും. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവർക്ക് ഗ്രഹിക്കാൻ വളരെ നല്ല കഴിവുണ്ട്. അപ്പോൾ നല്ല IQ ഉള്ള തലമുറകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാൾ ഇരട്ടി IQ ഉള്ള തലമുറയാണ്. പക്ഷേ EQ, ഇമോഷണൽ കോഷൻ്റ് എന്ന് പറയുന്ന ആ ഒരു മാനസികമായിട്ടുള്ള പക്വത, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ളതായിട്ടുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി, അത് ഇന്നത്തെ തലമുറയ്ക്ക് വളരെ ലോ ലെവലാണ്. നമ്മുടെ നിലവാരത്തിൻ്റെ എത്രയോ താഴെയാണ് ഈ ആധുനിക തലമുറയ്ക്ക് പ്രതികൂല സാഹചര്യങ്ങളെ സ്വീകരിക്കാനാവുന്നില്ല. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അക്കോമഡേറ്റ് ചെയ്യാനോ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനോ ഒക്കെ വളരെ പ്രയാസം. അവർക്ക് ഇൻടോളറൻസ് അവരുടെ സ്വഭാവമായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ടോളറൻസ് എന്നുള്ളത് രണ്ട് ഭാവങ്ങളെയും, സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ ടോളറേറ്റ് ചെയ്യാൻ, ഒരുപോലെ അക്കോമഡേറ്റ് ചെയ്യാൻ അതിനൊരു വികാസം വേണം, ഒരു മാനസികമായിട്ടുള്ള വികാസം വേണം. അത് അഭ്യസിച്ച് എടുക്കണം. അത് പറഞ്ഞ് പരിശീലിപ്പിച്ച് രണ്ടവസ്ഥകളെയും ഒരുപോലെ സ്വീകരിക്കാനുള്ള സന്നദ്ധത, സുഖം വന്നാലും അമിതമായി ആഹ്ലാദിക്കാതെ, വീണ്ടും അതുതന്നെ വരണമെന്ന് വാശി പിടിക്കാതെ, എന്താണോ വരുന്നത് വരട്ടെ, ഞാൻ എന്തായാലും ഫേസ് ചെയ്തേ പറ്റൂ, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും ആവില്ല, അപ്പം ഞാൻ എന്തിന് രക്ഷപ്പെട്ടോടി മുതുകത്തടി കൊള്ളണം, നേരിട്ട് നിന്ന് ഞാൻ തടയും അതിനെ, എന്നാലാവും വിധം ഞാനതിനെ റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ മാനസികമായി തയ്യാറെടുത്താൽ നമുക്ക് വേദന കുറയും. അത് പ്രാക്ടീസ് ചെയ്താലോ ആ ഒരു ഇമ്മ്യൂണിറ്റി കൂടി വന്ന് നമുക്ക് രണ്ടും ഒരു ലെവലിൽ ന്യൂട്രലൈസ്ഡ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് സ്ഥിതപ്രജ്ഞത എന്നുള്ള അവസ്ഥ. അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞതയെ പ്രാപിച്ചതായിട്ടുള്ള മഹാത്മാക്കൾക്ക് ഇത് രണ്ടും അവർ ഒരുപോലെ കണക്കാക്കുള്ളൂ. ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതതീർ മുനിരുച്യത്തെ എന്നിനി അടുത്ത് പറയാനിരിക്കണു, താമസമില്ലാതെ പറയാനിരിക്കണു. ദുഃഖേഷു അനുദ്വിഗ്നമനാഹ, ദുഃഖാനുഭവങ്ങൾ വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഉദ്വേഗമില്ലാത്ത മനസ്സോടുകൂടെ, ഉത്കണ്ഠയോ ഭ്രമമോ ഇല്ലാത്ത ധൈര്യപൂർവം, മനസ്സാന്നിധ്യപൂർവം ഏത് ദുഃഖങ്ങളെയും നേരിടുന്നു. ദുഃഖേഷു പ്രതികൂല സാഹചര്യേഷു അനുദ്വിഗ്നമനാഹ, ഉദ്വേഗമില്ലാതെ, ആൻസൈറ്റി ഇല്ലാതെ, വറീസ് ഇല്ലാതെ ഒരുപോലെ നേരിടുന്നു. സുഖേഷു വിഗതസ്പൃഹ, സുഖാനുഭവങ്ങളിൽ, അനുകൂല സാഹചര്യങ്ങളിൽ ആരും കൊതിച്ചു പോകുന്ന നേട്ടങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും വിഗതസ്പൃഹ, സ്പൃഹ വിഗതമായിട്ട്, കൊതിയില്ലാതെ, ആഘോഷങ്ങൾ അധികമില്ലാതെ,
ഹർഷം കൊണ്ട് ഉന്മാദത്തെ പ്രാപിക്കാതെ, മറ്റിടത്ത് ദുഃഖത്തിൽ വിഷാദം പ്രാപിക്കാതെ, ഡിപ്രസ്ഡ് ആവാതെ, ഒരു ഭാഗത്ത് ഡിപ്രസ്ഡ് ആവുക, മറ്റൊരു ഭാഗത്ത് ഓവർ എക്സൈറ്റഡ്, എക്സാൾട്ടഡ്, ആ ഒരു അവസ്ഥയെ പ്രാപിക്കാതിരിക്കുക. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമുകളാണ്. സുഖം വരുമ്പോൾ എക്സൈറ്റഡ് ആൻഡ് എക്സാൾട്ടഡ് ആവുക, ദുഃഖം വരുമ്പോൾ ഡിപ്രസ്ഡ് ആവുക. ഇത് രണ്ടും എക്സ്ട്രീമുകളാണ്. ഇത് രണ്ടിൻ്റെയും നടുവിലൊരു ബാലൻസ് നിലനിർത്തിക്കൊണ്ട് പക്വത കളയാതെ, അതാണ് ഇവിടെ രാഗദ്വേഷൗ അകൃത്വ ഇത്യേതത്. അപ്പം അർജുന, ഈ യുദ്ധത്തിൽ നിനക്ക് ആയുധങ്ങളേറ്റ് മുറിവേൽക്കും, അഭിനന്ദനങ്ങളുണ്ടാകും, യുദ്ധത്തിൽ അവസാനം വേണ്ടപ്പെട്ടവർ പലരും മരിച്ചു പോകും. ഒന്നുകിൽ ജയം അല്ലെങ്കിൽ പരാജയം, ചിലപ്പോൾ നിന്റെ മരണം വരെ. ഇത് പലതും നിനക്ക് പല രീതിയിലാണ് നീ കാണേണ്ടത്. ശത്രുക്കൾ മരിക്കുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാകും, ബന്ധുക്കൾ മരിക്കുമ്പോൾ നിനക്ക് ദുഃഖമുണ്ടാകും. ശത്രുക്കളെ നീ ഉദ്ദേശിച്ച രീതിയിൽ പരാജയപ്പെടുത്തുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാകും. നിന്റെ പക്ഷത്തുള്ളവർ പരാജയപ്പെടുമ്പോൾ, നീ പരാജയപ്പെടുമ്പോൾ നിനക്ക് ദുഃഖമുണ്ടാകും. അവർ ജയിക്കാം, നീ ജയിക്കാം, നിന്റെ പക്ഷം ജയിക്കാം. നിന്റെ പക്ഷത്ത് തന്നെ നിനക്ക് വേണ്ടപ്പെട്ടവർ പലരും മരിക്കാം. ശത്രുപക്ഷത്ത് നീ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മരിക്കാതിരിക്കാം, മരിക്കണ്ട എന്ന് കരുതുന്നവർ മരിക്കാം. ഭീഷ്മദ്രോണാദികൾ മരിക്കാം, കർണനും ദുര്യോധനനും മരിക്കാതിരിക്കാം. നീ യുദ്ധത്തിന് ഒരുമ്പെട്ടത് കർണനെയും ദുര്യോധനെയും വകവരുത്താനാണ്. പക്ഷേ ചിലപ്പോൾ അവർ ശേഷിച്ചു എന്ന് വരും. ആരെ വകവരുത്തണ്ടെന്ന് കരുതിയോ അവർ ചിലപ്പോൾ നിന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു എന്നും വരും. അതൊന്നും ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. യുദ്ധത്തിൽ എന്ത് സംഭവിക്കും, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്കൊന്നും നിശ്ചയിച്ചുകൂടാ. അപ്പോൾ ഏതൊരു സാഹചര്യത്തെയും മനസാന്നിധ്യത്തോടുകൂടെ എന്തും വരട്ടെ, എന്തിനേയും ഞാൻ സ്വീകരിക്കും, നേരിടും എന്നുള്ള ആ ഒരു സ്ഥൈര്യത്തോടെ നീ യുദ്ധത്തിനായിക്കൊണ്ട് ഇറങ്ങുക. സുഖദുഃഖേ സമേ കൃത്വ തുല്യൗ രാഗദ്വേഷൗ തുല്യൗ കൃത്വ രാഗദ്വേഷൗ അകൃത്വ. രാഗദ്വേഷങ്ങളെ, ഇന്നത് വേണം ഇന്നത് വേണ്ട എന്നുള്ള വാശിയില്ലാതെ, നിർബന്ധ ബുദ്ധിയില്ലാതെ വരുന്നതിനെ സ്വാഗതം ചെയ്യുവാൻ സന്നദ്ധനാവുക. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാവർക്കും ബാധകമാണ്. അർജുനന് മാത്രമല്ല, എല്ലാവരുടെ ജീവിതത്തിലും ഏത് സന്ദർഭത്തിലും ബാധകമായിട്ടുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിന്ന് വരാം. അതും നമ്മൾ ഉൾക്കൊള്ളാനുള്ളൊരു സന്നദ്ധത നമുക്കുണ്ടാവുക. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങിയില്ല എന്ന് വരും. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഏത് കാര്യത്തിലും ചിലപ്പോൾ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. കഷ്ടപ്പെട്ടത് മാത്രം മിച്ചമായിരിക്കാം. അപ്പോഴും ധൈര്യം കൈവടിയാതെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, ബാക്കിയുള്ളത് ഈശ്വരന് വിടുക. അതിനെയാണ് ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇപ്പോൾ അത് പറഞ്ഞില്ല ഭഗവാൻ. ഇപ്പോൾ അതിൻ്റെ മുന്നോടിയായൊരു ആമുഖം പറഞ്ഞു. സുഖദുഃഖങ്ങളെ, രാഗദ്വേഷങ്ങളെ ചെയ്യാതെ സമമാക്കി ചെയ്യുക. അതുപോലെ ലാഭത്തെയും നഷ്ടത്തെയും, അല്ലെങ്കിൽ ലാഭം ലഭിക്കാതിരിക്കുന്നതിനെയും ജയപരാജയങ്ങളെയും സമമാക്കി ചെയ്തുകൊണ്ട് യുദ്ധത്തിനായിക്കൊണ്ട് ഒരുങ്ങിയാലും എന്ന് പറഞ്ഞപ്പോൾ അത് അർജുനൻ്റെ യുദ്ധത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏത് രംഗത്തും ഇത് ബാധകമാണ്.
അപ്പം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ത് ചെയ്യുന്നതിൻ്റെയും റിസൾട്ട്. അതിനൊരുപാട് ഘടകങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയാനിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ആയാൽ നിനക്ക് പാപം ബാധിക്കില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഒരു സൂത്രപ്രായമായിട്ടുള്ളൊരു ശ്ലോകത്തിൻ്റെ ഡീറ്റെയിൽസാണ്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. എങ്ങനെയായാൽ സുഖദുഃഖങ്ങളെ സമമാക്കാൻ കഴിയും, രാഗദ്വേഷങ്ങളെ സമമാക്കാൻ കഴിയും, ലാഭനഷ്ടങ്ങളെ സമമാക്കാൻ കഴിയും, ജയപരാജയങ്ങളെ സമമാക്കാൻ കഴിയും, അതിനുള്ള മന്ത്രം, അതിനുള്ള വിദ്യ, അതാണ് തുടർന്ന് ഉപദേശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ തുടക്കം, ഗണപതിക്ക് വെച്ചതാണ് ഈ ശ്ലോകം. അർജുനൻ്റെ ഉള്ളിൽ ജിജ്ഞാസയെ വളർത്തുന്നൊരു ശ്ലോകമാണിത്. ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് അർജുനൻ അന്തം വിട്ട് നോക്കണം ഭഗവാനോട്, എങ്ങനെ എന്ന്. ഇപ്പം അങ്ങ് പറഞ്ഞുല്ലോ, ദുഃഖങ്ങളെ സമമാക്കി ചെയ്യുക, ജയപരാജയങ്ങളെ സമമാക്കി ചെയ്യുക, ലാഭാലാഭങ്ങളെ സമമാക്കി ചെയ്യുക എന്നൊക്കെ വലിയ കാര്യത്തിൽ അങ്ങ് പ്രസംഗിച്ചു. എങ്ങനെ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും, എങ്ങനെ സമമാക്കി കാണാൻ പറ്റും? ആ ഒരു ചോദ്യം അർജുനൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അർജുനൻ്റെ ഉള്ളിൽ മാത്രമല്ല, കേൾക്കുന്ന നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവണം. എങ്ങനെ? ആ ചോദ്യം ഉണ്ടായാൽ തുടർന്ന് കേൾക്കാനുള്ള അധികാരികളായി നമ്മൾ. അടുത്ത ശ്ലോകത്തിലേക്ക് പ്രൊമോഷൻ നമുക്ക് അപ്പോഴാണ് കിട്ടുക. എങ്ങനെ എന്നുള്ള ചോദ്യം ഉണ്ടായാൽ ഭഗവാൻ അതാ വരണു പുറകെയുള്ള അടുത്ത ശ്ലോകങ്ങളിലൂടെ ഉത്തരവുമായിട്ട്, എങ്ങനെ എന്ന്. അപ്പോൾ അതൊരു കണ്ടിന്യൂവസ് പ്രോസസ് ആണ്. അതിലേക്കുള്ള ആദ്യത്തെ പടിയാണ് ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ. അനന്തരം അങ്ങനെ യുദ്ധത്തിനായി കൊണ്ട് നീ ഗഡസ്വ, ഒരുങ്ങിയാലും, ഏവം യുദ്ധം കുർവൻ, ഇപ്രകാരം യുദ്ധം ചെയ്താൽ പാപം നൈവം അവാപ്സ്യസി, നീ പാപത്തെ പ്രാപിക്കില്ല. ഇത്യേഷഃ ഉപദേശഃ പ്രാസംഗികഃ. ഈ ഒരു ഉപദേശം പ്രാസംഗികഃ എന്ന് പറഞ്ഞു ഭാഷ്യകാരൻ. എന്താ പ്രാസംഗികഃ? സന്ദർഭവശാൽ, പ്രസംഗവശാൽ, അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പാരമാർത്ഥികമായിട്ടുള്ള ഒരു വേദാന്ത ഉപദേശമൊന്നുമല്ല. ഇത് സാഖ്യം എന്നുള്ള പട്ടികയിൽ പെടുന്നതൊന്നുമല്ല, ജ്ഞാനയോഗത്തിൽ പെടുന്നതൊന്നുമല്ല. ഇത് സന്ദർഭവശാൽ പറഞ്ഞതായിട്ടുള്ളൊരു ഉപദേശം. അതാണ് പ്രാസംഗിക എന്ന് പറഞ്ഞത്. ഇനി ഇതുവരെയുള്ള 31 മുതൽക്ക് ഇതുവരെ പറഞ്ഞതായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ വരെ 37 വരെയുള്ള 7 ശ്ലോകങ്ങൾ നമുക്ക് ബാധകമാണോ, എല്ലാവർക്കും ബാധകമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ല. യുദ്ധരംഗത്ത് നിൽക്കുന്ന അർജുനനോട് മാത്രമായി പറയുന്ന ശ്ലോകങ്ങളുണ്ട്. അത് അർജുനൻ മാത്രം അതെടുത്താൽ മതി. നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലെ സാരം, ആശയം അത് നമ്മുടെ ജീവിത രംഗത്തേക്ക് പകർത്താം. അർജുനൻ ഇവിടെ യുദ്ധത്തിനായി കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ വേറെന്തെങ്കിലും പരിപാടിക്കായിക്കൊണ്ട് പുറപ്പെടുമ്പോൾ ഇതുപോലെയുള്ളതായിട്ടുള്ള അർജുനനെ പോലെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഈ അർജുനനോട് ഉപദേശിച്ച ഇതേ കാര്യങ്ങൾ നമുക്കും അവിടെ പ്രസംഗവശാൽ ഉപയോഗിക്കാവുന്നതാണ്, സന്ദർഭവശാൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ നമ്മുടെ കർത്തവ്യ കർമ്മത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ട് പിന്നെ പിന്തിരിയാനുള്ളതായിട്ടുള്ള ഏതെങ്കിലും ഒരവസരം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കാവുന്നതാണ്. അല്ലാതെ ഇത് എന്താ പറയുക, ആത്യന്തികമായിട്ടുള്ള ബ്രഹ്മവിദ്യയുടെ ഭാഗം അല്ല. മനസ്സിലാക്കുക. അർജുനനോട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ
പറഞ്ഞതാണ് എന്നാണ് ഈ പ്രാസംഗിക എന്ന് പറഞ്ഞാൽ ആ കോണ്ടെക്സ്ച്വൽ എന്നുള്ള അർത്ഥത്തിലാണ്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, ഈ ഒരു അവസരത്തിൽ അർജുനനോട് പറഞ്ഞതാണ്. അത് എല്ലാവർക്കും എല്ലായ്പ്പോഴും ബാധകമായിട്ടുള്ള കാര്യം അല്ല. യുദ്ധം ചെയ്യാൻ പറയുന്നത് അർജുനനോട് മാത്രമാണ്, നമ്മളോടല്ല. നമ്മളോട് നമ്മുടെ കർത്തവ്യകർമ്മങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ കർത്തവ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് എപ്പോഴെങ്കിലും വിമുഖരാകുമ്പോൾ ഈ പറഞ്ഞതെല്ലാം ഓർക്കാം. നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യകർമ്മം ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം നഷ്ടമുണ്ടാവും എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കാം. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്തെല്ലാം പറഞ്ഞു പരത്തും, നിങ്ങൾ ഇതുവരെ നേടിയ നേട്ടങ്ങളെയെല്ലാം അവർ നിന്ദിക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, ചേർത്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള ശ്ലോകങ്ങളല്ല 31 മുതൽ ഈ പറഞ്ഞ 37 വരെയുള്ളത്. 38 എല്ലാവർക്കും എടുക്കാവുന്ന കാര്യമാണ്. ഈ സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭൗ ജയോ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി എന്നുള്ളത് 30-ാം ശ്ലോകത്തോടും ചേർത്ത് വായിക്കാവുന്നതാണ്. 31 മുതൽ 37 വരെയുള്ളതിനെ മാറ്റി നിർത്തിയിട്ട് നേരെ 30 കഴിഞ്ഞാൽ 31 ഈ ഒരു ശ്ലോകത്തെ ചേർക്കാവുന്നതാണ്. ബാക്കി 6 തള്ളിക്കളഞ്ഞോളൂ. 30 കഴിഞ്ഞ് 31-ാമത്തെ ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭൗ ജയാജയൗ. നമുക്ക് ഗീതയെ സംഗ്രഹിച്ച് ആവശ്യമില്ലാത്ത കുറച്ച് ശ്ലോകങ്ങളൊക്കെ കളഞ്ഞിട്ട് ഈ 700 ശ്ലോകങ്ങളിൽ നിന്ന് കുറച്ച് തിരഞ്ഞെടുത്ത് ഇതാക്കിയാൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ശ്ലോകങ്ങൾ മാത്രം തിരഞ്ഞെടുക്കൂ. കുറച്ച് അതിൽ എന്താ പറയുക, അപ്പോൾ അർജുനനോട് അന്നത്തെ സന്ദർഭത്തിൽ പറഞ്ഞതായിട്ടുള്ള ഇന്ന് പ്രസക്തമല്ലാത്ത വല്ലതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കോളൂ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 31 മുതൽ 37 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് മാറ്റാം. ഇത് എൻ്റെ അറിവ് കൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. ഇനി മഹാത്മാക്കൾക്ക് ഇതിനെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിന് എന്താണ് ന്യായീകരണം എന്ന് കേട്ട് ഞാൻ കൺവിൻസ്ഡ് ആയാൽ ഞാൻ സമ്മതിക്കും. ഇപ്പം ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ അറിവ് വെച്ച്, എൻ്റെ ആചാര്യന്മാരിൽ നിന്ന് എനിക്ക് കേട്ടത് വെച്ച്, ഭാഷ്യകാരനിൽ നിന്ന് മനസ്സിലാക്കിയത് വെച്ച് ഈ 31 മുതൽ 37 വരെയുള്ള ശ്ലോകം ഭഗവത്ഗീതയിലെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ശ്ലോകങ്ങൾ അല്ല, എല്ലാവർക്കുമുള്ള ശ്ലോകമല്ല, അർജുനന് മാത്രമുള്ള ഉപദേശമാണ് എന്ന് താല്പര്യം. അപ്പോൾ ഇവിടെ പ്രാസംഗിക എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തെ 39-ാമത്തെ ശ്ലോകത്തെ പരിചയപ്പെടുത്തുകയാണ്, കണക്ട് ചെയ്യാണ് ഒരു ചെറിയ ഭാഷ്യം പറഞ്ഞുകൊണ്ട്. ആ 39-ലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ ഭാഗം കാണണം. ശോകമോഹ അപനയനായ ലൗകികോ ന്യായ സ്വധർമ്മമപി ചാവേക്ഷ്യ ഇത്യാദ്യൈ ശ്ലോകൈ ഉക്തോ നതു താൽപര്യേണ. ഞാൻ പറഞ്ഞ ആശയമാണ് ഇവിടെ. പരമാർത്ഥ ദർശനം തൂ ഇഹ പ്രകൃതം തത് ച ഉക്തം ഉപസംഹരതി യേഷാ തേ അഭിഹിത ഇതി ശാസ്ത്രവിഷയ വിഭാഗ പ്രദർശനായ ഇഹ ഹി ദർശിതേ പുനഃശാസ്ത്രവിഷയ വിഭാഗേ ഉപരിഷ്ടാത് ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം ഇതി നിഷ്ഠാദ്വയ വിഷയം ശാസ്ത്രം സുഖം പ്രവർത്തിഷ്യത്തെ ശ്രോതാരഃ ച വിഷയ വിഭാഗേന സുഖം ഗ്രഹിഷ്യന്തി ഇതി അത ആഹ. എന്താണ്? ശോകമോഹ അപനയനായ ലൗകികോ ന്യായ സ്വധർമ്മമപി ചാവേക്ഷ്യ ഇത്യാദ്യൈ ശ്ലോകൈ ഉക്തോ നതു താൽപര്യേണ. അർജുനന്റെ ശോകമോഹങ്ങളെ അപനയിക്കുവാനായിക്കൊണ്ട്, നീക്കാനായിക്കൊണ്ട്, ലൗകികോ ന്യായ ലോക ന്യായമാണ്, വ്യവഹാര ന്യായമാണ്. ഇപ്പോൾ അർജുനൻ നിൽക്കുന്ന ആ അവസ്ഥയിൽ അർജുനനോട് പറഞ്ഞതായിട്ടൊരു ന്യായമാണ്.
സ്വധർമ്മമപി ചാവേക്ഷ്യ ഇത്യാദ്യൈഃ ശ്ലോകൈഃ ഉക്തഃ. 31 ശ്ലോകം മുതൽക്ക് ഇതുവരെ പറഞ്ഞത് എന്നർത്ഥം. സ്വധർമ്മമപി ചാവേക്ഷ്യ എന്നുള്ളത് 31 ശ്ലോകത്തിന്റെ ആരംഭമാണ്. അപ്പൊ ഇത്യാദ്യൈ ശ്ലോകൈഃ ഉക്തഃ, ഇത്രയും ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത് ലൗകിക ന്യായം മാത്രമാണ്. നതു താൽപര്യേണ, നതു താൽപര്യേണ എന്ന് പറഞ്ഞാലോ തത് പരം ഇതി ഭാവം ന, ഇതാണ് ഏറ്റവും പരമമായിട്ടുള്ള ഉപദേശം എന്നുള്ള അർത്ഥത്തിലല്ല. സംഗതിവശാൽ, സന്ദർഭവശാൽ, ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ഓൺലി എന്നുള്ള അർത്ഥത്തിലാണ്. നതു താൽപര്യേണ, ഇത് പാരമാർത്ഥികമായിട്ടുള്ളൊരു ഉപദേശമല്ല. ഇത് ഭഗവത്ഗീതയിലെ സ്വർണലിപികളിൽ എഴുതി വെക്കേണ്ട ശ്ലോകങ്ങളൊന്നുമല്ല. കൂട്ടത്തിൽ പഠിച്ചോളൂ, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മവിദ്യാ ഉപദേശമൊന്നുമല്ല, ലൗകിക ന്യായം മാത്രമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നതു താൽപര്യേണ പരമാർത്ഥ ദർശനം തു ഇഹ പ്രകൃതം തത് ച ഉക്തം ഉപസംഹരതി. പരമാർത്ഥ ദർശനം ഇതുവരേക്ക് 30 ശ്ലോകം വരേക്ക് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെ ഉക്തം ഉപസംഹരതി, ഇനിതാ ഉപസംഹരിക്കാൻ പോവുകയാണ് അടുത്ത ശ്ലോകത്തില്. യേഷാ തേ അഭിഹിത ഇതി, ഇതുവരേക്ക് നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നുണ്ട്. ശാസ്ത്ര വിഷയ വിഭാഗ പ്രദർശനായ, ശാസ്ത്രത്തിലെ വിഷയങ്ങളെ വിഭജിച്ച് പ്രദർശിപ്പിക്കാൻ. വിഭാഗം എന്ന് പറഞ്ഞാല് രണ്ടാക്കി. ഒന്ന് ഇത് ഇതുവരെ പറഞ്ഞത് ഇതാണ്, ഇത് ഇനി പറയാൻ പോകുന്നത് ഇതാണ്. ഇതുവരെ പറഞ്ഞത് സാഖ്യം, ഇനി പറയാൻ പോകുന്നത് യോഗം എന്ന് ഒരു അതിർത്തി വരയ്ക്കാൻ. ഇതുവരെ പറഞ്ഞതും ഇനി പറയാനിരിക്കുന്നതും തമ്മിൽ വിഷയഭേദം ഉണ്ട്. ഇതുവരെ പറഞ്ഞത് നിവൃത്തിധർമ്മം, ഇനി പറയാനിരിക്കുന്നത് പ്രവൃത്തിധർമ്മം. ഇതുവരെ പറഞ്ഞത് സാഖ്യയോഗം അഥവാ ജ്ഞാനയോഗം, ഇനി പറയാനിരിക്കുന്നത് കർമ്മയോഗം എന്നിങ്ങനെ വിഷയവിഭാഗ പ്രദർശനായ രണ്ട് വിഷയങ്ങളെയും വിഭജിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. യേശാതേ അഭിഹിത സാഖ്യേ ബുദ്ധി യോഗേ തു ഇമാം ശൃണു എന്ന് പറഞ്ഞാണ് അടുത്ത ശ്ലോകം ആരംഭിക്കുന്നത്. അതാണ് ഇഹ ഹി ദർശിതേ പുനഃ ശാസ്ത്രവിഷയ വിഭാഗേ ഉപരിഷ്ടാത് ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാമിതി നിഷ്ഠാദ്വയ വിഷയം ശാസ്ത്രം സുഖം പ്രവർത്തിഷ്യതേ ശ്രോതാരഃ ച വിഷയ വിഭാഗേന സുഖം ഗ്രഹിഷ്യന്തി ഇതി യഥാഹ. അപ്പൊ ഇവിടെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ കാണിച്ചു തന്നതിനെ തന്നെ ഇഹ ദർശിതേ പുനഃ വീണ്ടും ശാസ്ത്ര വിഷയ വിഭാഗേ, ഈ രണ്ട് ശാസ്ത്ര വിഷയങ്ങളെ വേർതിരിച്ച് പറയുന്നത് ഉപരിഷ്ടാത്, പിന്നീട് 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ എന്ന് പറയാനാണ്. ഉപരിഷ്ടാത് ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാമിതി. അത് 3-ാം അധ്യായത്തില് അർജുനന്റെ ഒരു സംശയത്തിന്റെ കൺഫ്യൂഷന്റെ ചോദ്യത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഉത്തരമാണ് ഭഗവാൻ. 2 തരം യോഗങ്ങളുണ്ട് അർജുന, ജ്ഞാനയോഗവും കർമ്മയോഗവും എന്ന് 3-ാം അധ്യായം പറയുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്ന ശ്ലോകമാണ്, 3-ാം അധ്യായത്തിലെ ശ്ലോകമാണ് ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം ഇതി. ഇങ്ങനെ നിഷ്ഠാദ്വയ വിഷയം ശാസ്ത്രം, ശാസ്ത്രം 2 നിഷ്ഠകളെ സംബന്ധിച്ചതാണ്. 2 നിഷ്ഠകളെന്ന് പറഞ്ഞാൽ 2 മാർഗങ്ങൾ, പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം, അങ്ങനെ 2 വിഷയത്തിലുള്ള ശാസ്ത്രമുണ്ട്. അപ്പോ സുഖം പ്രവർത്തിഷ്യതേ ശ്രോതാരഃ, അപ്പൊ കേൾക്കുന്നവർക്ക് നല്ലപോലെ വേഗം ഗ്രഹിക്കാനാവും. ഇവിടെ തന്നെ വേർതിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടും അവർക്ക് ഇത് രണ്ടും വേർതിരിച്ച് കാണാനാവും. ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു മുൻ അനുഭവമുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഇനി 3-ാം അധ്യായത്തിലും പറയാൻ പോകുന്ന കാര്യത്തെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയും. സുഖം പ്രവർത്തിഷ്യതേ ശ്രോതാരഃ ച വിഷയ വിഭാഗേന സുഖം ഗ്രഹിഷ്യന്തി. ശ്രോതാക്കളും കേൾക്കുന്നവരെല്ലാവരും തന്നെ വിഷയവിഭാഗേന 2 വിഷയങ്ങളെയും വേർതിരിച്ച് സുഖം ഗ്രഹിഷ്യന്തി,
ഈസി ആയിട്ട് ഗ്രഹിക്കുമല്ലോ. ഇതി അത, അതുകൊണ്ട്, ആഹാ പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഈ രണ്ട് വിഷയങ്ങളെ, ജ്ഞാനയോഗം, കർമ്മയോഗം, ഇത് അധികാരി ഭേദമനുസരിച്ച് രണ്ട് പദ്ധതികളാണ്. ലക്ഷ്യമൊന്നാണ്. ഈ രണ്ട് പദ്ധതികളുടെയും ലക്ഷ്യമൊന്നാണ്. പക്ഷേ രണ്ട് അധികാരികൾക്കുള്ള രണ്ട് പദ്ധതികളാണ്. ഒന്ന് സാഖ്യന്മാരെന്ന് പറയുന്നതായിട്ടുള്ള ജ്ഞാനയോഗത്തിന് അധികാരികളായ അന്തർമുഖരായ സന്യാസതുല്യമായ ജീവിതം നയിക്കാൻ തയ്യാറുള്ളവർ. മറ്റൊന്ന് പ്രവൃത്തി യോഗം, പ്രവൃത്തി മാർഗം എന്ന് പറയുന്ന കർമ്മയോഗം. അത് ബഹിർമുഖന്മാരായിട്ടുള്ള, വിഷയാസക്തി ഉള്ളതായിട്ടുള്ള, ലോകത്തിൽ ഇനിയും പല കാര്യങ്ങൾ നേടണമെന്നാഗ്രഹിക്കുന്ന ലൗകിക ബുദ്ധിയുള്ളതായിട്ടുള്ള ആളുകൾക്കുള്ള മാർഗമാണ് പ്രവൃത്തി മാർഗം. അപ്പൊ പ്രവൃത്തി, നിവൃത്തി, ആ രണ്ട് മാർഗങ്ങളെ വേർതിരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനൊരു പ്രയോഗം അടുത്ത ശ്ലോകത്തിൽ പ്രയോഗിക്കുന്നത് എന്ന് ഇവിടെ ഭാഷ്യകാരൻ മുൻകൂറായിട്ട് നമ്മളെ അതിലേക്ക്, നമ്മുടെ ബുദ്ധിയെ ഒന്ന് ഓറിയന്റേഷൻ തരികയാണ്. അടുത്ത ശ്ലോകത്തെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ കാണണം എന്നുള്ളതിന് നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുകയാണ് ആ ഭാഷ്യകാരൻ ചെയ്തത്. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. യേഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. യേഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഭഗവാൻ വകതിരിച്ചു കൊടുക്കുകയാണ് അർജുനന്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് തരത്തിലുള്ളതായിട്ടുള്ള പദ്ധതികൾ. എന്തൊക്കെയാണ്? ഏഷാ, ഏഷാ എന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ള സ്ത്രീലിംഗ ശബ്ദമാണ്. ഇതുവരെ പറഞ്ഞ ബുദ്ധി, ഏഷാ ബുദ്ധി, ഇതുവരെ പറഞ്ഞത്. ഹേ പാർത്ഥ, തേ അഭിഹിത, നിനക്കായിക്കൊണ്ട് പറയപ്പെട്ടത്, സാഖ്യേ, സാഖ്യത്തിലുള്ള ബുദ്ധി എന്നെടുക്കാം. ഏഷാ തേ അഭിഹിത, ഇതുവരെ നിനക്കായിക്കൊണ്ട് പറയപ്പെട്ടത്, സാഖ്യേ ബുദ്ധി, സാഖ്യത്തിലുള്ള ജ്ഞാനമാകുന്നു. ബുദ്ധി എന്നാൽ ജ്ഞാനം. സാഖ്യം എന്നുള്ളതായിട്ടുള്ള ആ ഒരു കാര്യമാണ് നിന്നോട് ഇത്രയും നേരം പറഞ്ഞത്. ഇവിടെ സാഖ്യം എന്നാലും ജ്ഞാന വിഷയം തന്നെയാണ്. അപ്പോൾ ജ്ഞാനയോഗമാണ് ഇതുവരെ നിന്നോട് പറഞ്ഞത് എന്നതിൻ്റെ ഒരു പ്രയോഗമാണ് സാഖ്യേ ബുദ്ധി. എന്നിട്ട് യോഗേതു ഇമാം ശൃണു, യോഗേതു, യോഗത്തിലാകട്ടെ, ഇമാം, ഇമാം ബുദ്ധിം, ദാ ഉപദേശിക്കാൻ പോകുന്ന അറിവിനെ, ശൃണു, കേട്ടാലും. അപ്പൊ ഇനി യോഗത്തെക്കുറിച്ച് പറയാൻ പോകുന്നു, ശ്രദ്ധിച്ചു കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ യോഗത്തെ പ്രശംസിച്ചതാണ്. ബുദ്ധ്യാ യുക്തോ യജാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി എന്ന്. ഇനി പറയാൻ പോകുന്ന കർമ്മയോഗ പ്രശംസയാണത്. എന്താണത്? ബുദ്ധ്യാ യുക്തോ യജാ പാർത്ഥ, ഹേ പാർത്ഥ, യജാ ബുദ്ധ്യാ യുക്ത, ഏതൊരു ബുദ്ധിയോടുകൂടി യോജിച്ചാൽ, ഏതൊരു കർമ്മയോഗം എന്നുള്ള പറയാൻ പോകുന്ന ആ കാര്യത്തോട് യോജിച്ചാൽ, കർമ്മബന്ധം പ്രഹാസ്യസി, കർമ്മബന്ധത്തെ നീ പ്രകർഷേണ ഹാസ്യസി, ഉപേക്ഷിക്കും. കർമ്മബന്ധങ്ങളിൽ നിന്ന് നീ മുക്തനായിത്തീരും. അപ്പൊ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാകാനുള്ള വഴിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ നീ കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവനാണ്. കർമ്മബന്ധങ്ങൾ, പ്രാരബ്ധ കർമ്മങ്ങൾ നിന്നെ ബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ കാട്ടിൽ കിടന്നവൻ ഇത്രയും വലിയ സന്നാഹങ്ങളുമൊക്കെ ആയിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഈ വലിയൊരു വമ്പൻ പ്രോജക്റ്റുമായി ഇറങ്ങി വന്നിരിക്കുന്നത്. ഈ യുദ്ധത്തിന് നീ ഒരുമ്പെട്ടത് നിന്റെ ഉള്ളിലുള്ള കർമ്മബന്ധമാണ്.
നിന്റെ കർമ്മവാസനകളാണ് നിന്നെ ഈ രംഗത്തേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നത്. ഇനി നിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ വാസനകളെ എന്നേക്കുമായി നിനക്ക് ഉന്മൂലനം ചെയ്യണോ എങ്കിലിതാ ഈ പറയുന്നത് കേട്ടോളൂ. നിന്റെ കർമ്മവാസനകളിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാർഗമാണിതാ പറയാൻ പോകുന്നത്. യയാ ബുദ്ധ്യായുക്ത കർമ്മബന്ധം പ്രഹാസ്യസി. ഏതൊരു ബുദ്ധി കൊണ്ട് നീ യോജിച്ചാൽ, ഏതൊരു ആറ്റിറ്റ്യൂഡോടുകൂടി നിന്റെ പ്രവൃത്തികളെ നീ ചെയ്താൽ നിന്റെ കർമ്മബന്ധത്തെ നിനക്ക് ജയിക്കാം. കർമ്മബന്ധത്തിൽ നിന്ന് നിനക്ക് മോചനം ലഭിക്കും. അപ്പൊ കർമ്മബന്ധത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രവൃത്തിയാണ് കർമ്മയോഗം. അപ്പൊ ഇതുവരയ്ക്ക് ജന്മജന്മാന്തരങ്ങളും ഈ ജന്മത്തിലും ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ രാഗദ്വേഷ രൂപത്തിലുള്ളതായിട്ടുള്ള വാസനകൾ നമ്മെ ബന്ധിച്ചിട്ടുണ്ട്. ആ രാഗദ്വേഷ രൂപത്തിലുള്ള വാസനകളിൽ നിന്ന് അതിനെ നമ്മളെ മോചിപ്പിക്കണമെങ്കിൽ ആ കെട്ടുകളൊക്കെ അഴിക്കണം. കെട്ടഴിക്കുക എന്നുള്ളതും ഒരു പ്രവൃത്തിയാണ്. കെട്ടഴിക്കലിലും പ്രവൃത്തിയുണ്ട്. കെട്ടിയതുപോലെ തന്നെ അഴിക്കലും ഒരു പ്രവൃത്തിയാണ്. അപ്പം ഇനി അഴിക്കുന്ന പ്രവൃത്തിയാണ് കർമ്മയോഗം. ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ കെട്ടുന്ന കർമ്മങ്ങളായിരുന്നുവെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന കർമ്മം കർമ്മയോഗമാകുമ്പോൾ അത് അഴിക്കുന്ന പ്രവൃത്തിയായി മാറുന്നു. ഇപ്പൊ കർമ്മവും കർമ്മയോഗവും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കർമ്മം എന്നത് ബന്ധന കാരണവും കർമ്മയോഗം എന്നത് മോചന കാരണവുമാണ്. കർമ്മം കെട്ടുകയും കർമ്മയോഗം അഴിക്കുകയും ചെയ്യുന്നതാണ്. ഒന്ന് വൈൻഡിങ് ഓർ ബൈൻഡിങ്, മറ്റൊന്ന് അൺവൈൻഡിങ്, അൺബൈൻഡിങ് എന്നൊക്കെ പറയാം. അത് അഴിച്ചു കഴിയുന്നത് വരെ പണിയുണ്ട്. മുഴുവനായിട്ട് അഴിച്ചു കഴിയുമ്പോഴേ നമ്മൾ സ്വതന്ത്രരാവുള്ളൂ. എത്രത്തോളം കെട്ട് കുരുക്ക് മുറുകിയിട്ടുണ്ടോ അത്രത്തോളം അഴിക്കാനും ഉണ്ടാവും. നമ്മുടെ വാസനാബലം എത്ര സ്ട്രോങ് ആണോ അത്രയും കർമ്മയോഗം കൊണ്ട് നമ്മൾ അതിൽ നിന്ന് പുറത്ത് കടക്കണം. എത്ര കാലമായി എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ പ്രബലമായിരിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ അതിനെ അഴിക്കാനുള്ള പണിയും ഉണ്ട്. അപ്പൊ ആ പണിയാണ് ഇനി കർമ്മയോഗം എന്ന് പറയുന്നത്. അതിനെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഭഗവാൻ. അതിനെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ ഗീതയിൽ. ഇതുവരെ പറഞ്ഞത് സാഖ്യയോഗം എന്ന ജ്ഞാന വിഷയമാണ്. ഇനി പറയാൻ പോകുന്നത് കർമ്മയോഗം എന്ന വിഷയമാണ്. ആ കർമ്മയോഗത്തോടുകൂടി നീ യോജിച്ചാൽ, ആ ബുദ്ധി നിനക്കുണ്ടായാൽ നിനക്ക് കർമ്മബന്ധത്തിൽ നിന്ന് മോചിക്കാം. കർമ്മബന്ധം പ്രഹാസ്യസി. അതിൻ്റെ ഭാഷ്യം നോക്കാം. ഏഷാ തേ തുഭ്യം, തേ എന്നുള്ളതിന് തുഭ്യം നിനക്കായിക്കൊണ്ട്, അഭിഹിത അഭിഹിത ഉക്ത പറയപ്പെട്ടു. എന്ത്? സാഖ്യേ, സാഖ്യേ പരമാർത്ഥ വസ്തു വിവേക വിഷയേ. അതാണ് സാഖ്യം. സാഖ്യം എന്നാൽ സമ്യക് ആപയതി, നന്നായി പ്രകാശിപ്പിക്കുകയാണ് സാഖ്യം. എന്തിനാണ് പ്രകാശിപ്പിച്ചത്? പരമാർത്ഥ വസ്തു വിവേക വിഷയം. പരമാർത്ഥമായ വസ്തു, ഉള്ള വസ്തു, സത്തായ വസ്തു എന്താണോ അതിനെ വിവേകം ചെയ്ത് പ്രകാശിപ്പിക്കുകയാണ്. അതാണ് സാഖ്യം. പരമാർത്ഥ വസ്തു വിവേക വിഷയേ ബുദ്ധി ജ്ഞാനം. ഇവിടെ ബുദ്ധി എന്നുള്ളതിന് ജ്ഞാനം എന്നർത്ഥം പറഞ്ഞു. അപ്പോൾ ആ പരമാർത്ഥ വസ്തുവിനെ കുറിച്ചിട്ടുള്ള വിവേക വിഷയത്തിലുള്ള ജ്ഞാനമാണ് സാഖ്യേ ബുദ്ധി. സാക്ഷാത് ശോകമോഹാദി സംസാരഹേതു ദോഷ നിവൃത്തി കാരണം. ഇതാണ് വാസ്തവത്തിൽ മോക്ഷകാരണം. ഈ ജ്ഞാനമാണ് മോക്ഷകാരണം. ഈ ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ മോക്ഷം ലഭിക്കുള്ളൂ. അതാണ് സാക്ഷാത് എന്ന് പറഞ്ഞത്. സാക്ഷാത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം, ഇമ്മീഡിയറ്റ്, ഡയറക്റ്റ് എന്നൊക്കെ അർത്ഥമാണ്. അത് മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശോകമോഹാദി, ശോകം മോഹം മുതലായ സംസാര ഹേതു ദോഷ നിവൃത്തി കാരണം, സംസാരത്തിന് ഹേതുവായിട്ടുള്ള ദോഷങ്ങൾ, ശോകം മോഹം മുതലായത് സംസാര ഹേതുവാണ്. അതിൻ്റെ ദോഷ നിവൃത്തി കാരണം ഈ ജ്ഞാനമാണ്
എല്ലാ ദോഷത്തിനും നിവൃത്തി കാരണം. അജ്ഞാനമാണ് ദുഃഖ കാരണം, നമ്മുടെ ബന്ധ കാരണം, നമ്മുടെ സംസാര കാരണം. മൂല കാരണം അജ്ഞാനമാണ്. അപ്പോൾ ആ അജ്ഞാനത്തെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ എന്നേക്കുമായി തീരുന്നുള്ളൂ. ആ അജ്ഞാനത്തെ നശിപ്പിക്കാൻ ജ്ഞാനത്തിന് മാത്രമേ കഴിയുള്ളൂ. വെളിച്ചത്തെ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ വെളിച്ചത്തിനല്ലാതെ വേറെ ഒരാൾക്കും കഴിയില്ല. എത്ര ശക്തനായിക്കോട്ടെ, നിങ്ങൾ ഇരുട്ടിനോട് എത്ര യുദ്ധം ചെയ്താലും ഇരുട്ട് മാറാൻ പോകുന്നില്ല. ഇരുട്ടിനെ നിങ്ങൾ എന്ത് തെറി വിളിച്ച് ആട്ടിക്കളയാൻ ശ്രമിച്ചാലും പോകില്ല. നിങ്ങൾ മുറമെടുത്ത് വാരിക്കളഞ്ഞാൽ പോകില്ല. വേറെ എന്ത് ചെയ്താലും ഇരുട്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല, വെളിച്ചം കൊണ്ടുവന്നാലല്ലാതെ. അതുപോലെയാണ് നമ്മുടെ സംസാര ദുഃഖങ്ങൾ എന്നേക്കുമായി ഇല്ലാതാവണമെങ്കിൽ അത് എന്താണ് അതിൻ്റെ മൂലകാരണം? സംസാരത്തിൻ്റെ മൂലകാരണം അജ്ഞാനമാണ്. അജ്ഞാനമാകുന്ന മൂലകാരണത്തെ ഇല്ലാതാക്കുന്നത് ജ്ഞാനം ഒന്നേ ഒന്ന്. ഒറ്റ റെമഡിയേ ഉള്ളൂ, ജ്ഞാനം. അതുകൊണ്ട് അത് മാത്രമാണ് സാക്ഷാത് കാരണമാകുന്നത്. ശോകമോഹാദി സംസാര ഹേതു ദോഷ നിവൃത്തിക്ക് സാക്ഷാത് കാരണം, ദ ഇമ്മീഡിയറ്റ് cause to annihilate all our sorrows permanently. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എന്നേക്കുമായി തീരാൻ ഈ ജ്ഞാനം വേണം. പക്ഷെ ഈ ജ്ഞാനം അത്ര പെട്ടെന്ന് എല്ലാവർക്കും ദഹിക്കില്ല, ഉൾക്കൊള്ളാനാവില്ല. ആ ജ്ഞാനത്തിനുള്ള അധികാരിയാക്കാൻ വേണ്ടിയാണ് കർമ്മയോഗം. ഈ ജ്ഞാനം ഉൾക്കൊള്ളാനുള്ള ഒരു പാകതയിലേക്ക് നമ്മളെ ഉയർത്താനുണ്ട്, നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള പാകതയിലുള്ളവരല്ല. അപ്പോൾ അതിലേക്ക് നമ്മളെ ഉയർത്താനുള്ളതാണ് കർമ്മയോഗം. അപ്പോൾ കർമ്മയോഗം ഡയറക്റ്റായിട്ട് മോക്ഷം തരില്ല. കർമ്മയോഗം മോക്ഷത്തിന് നമ്മളെ ക്വാളിഫൈഡ് ആക്കും. മോക്ഷം തരുന്നത് ജ്ഞാനയോഗം, അറിവ്. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് മാത്രമാണ്, അത് യഥാർത്ഥ ജ്ഞാനം മാത്രമാണ്, പൂർണ്ണമായിട്ടുള്ള കൺവിക്ഷനാണ് മോക്ഷകാരണം. മോക്ഷത്തിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ജ്ഞാനം. ജ്ഞാനാദേവതു കൈവല്യം. ആ ജ്ഞാനത്തിന് നമ്മൾ അർഹരാവണമെങ്കിൽ, അധികാരിയാവണമെങ്കിൽ അതിനൊരു ക്വാളിഫൈഡ് ഒരു പൊസിഷനിലേക്ക് നമ്മൾ. അപ്പോൾ ഇവിടെ പറഞ്ഞത്, നിനക്കായിക്കൊണ്ട് ഇത്രയും നേരം പറഞ്ഞത് സാഖ്യം എന്നുള്ളതായിട്ടുള്ള ജ്ഞാനമാണ്, പരമാർത്ഥ വസ്തു വിഷയമായിട്ടുള്ള ജ്ഞാനമാണ്. ഇതാണ് സാക്ഷാൽ ശോകമോഹാദി സംസാര ഹേതു ദോഷ നിവൃത്തി കാരണം. യോഗേതു എന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ, യോഗേത്വിമാം ശൃണു. യോഗേതു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യോഗം എന്താണ്? തൽപ്രാപ്തി ഉപായേ. യോഗമെന്നാൽ തൽപ്രാപ്തി ഉപായേ. ഏത് പ്രാപ്തി ഉപായേ? ഈ ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായമാണ് യോഗം. അങ്ങനെയുള്ള യോഗേ നിസ്സംഗതയാ ദ്വന്ദ്വപ്രഹാണ പൂർവകം ഈശ്വരാരാധനാർത്ഥേ കർമ്മയോഗേ കർമാനുഷ്ഠാനേ സമാധിയോഗേ ച ഇമാം അനന്തരമേവ ഉച്യമാനാം ബുദ്ധിം ശൃണു. യോഗേതു ഇമാം ശൃണു എന്നാണല്ലോ. അപ്പം ഇമാം ശൃണു എന്നുള്ളതിന് എങ്ങനെയാണ് യോഗം അനുഷ്ഠിക്കേണ്ടത്? ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായമാണ് യോഗം. അത് അനുഷ്ഠിക്കേണ്ടത് നിസ്സംഗതയാ ദ്വന്ദ്വപ്രഹാണ പൂർവകം. നിസ്സംഗതയ എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ട്, സംഘമില്ലാതെ, രാഗദ്വേഷരഹിതമായിട്ട് എന്നൊക്കെ മുമ്പ് പറഞ്ഞില്ലേ. ആ രാഗദ്വേഷമില്ലാതെ ദ്വന്ദ്വങ്ങളെ, സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും പ്രഹാണപൂർവകം അതിനെ സഹിച്ചുകൊണ്ട് നർത്തം. സുഖദുഃഖങ്ങളെ, ദ്വന്ദ്വങ്ങളെ നിസ്സംഗതയ രാഗദ്വേഷരഹിതമായി സഹിച്ചുകൊണ്ട് ഈശ്വരാരാധനാർത്ഥേ കർമ്മയോഗേ കർമാനുഷ്ഠാനേ. അതാണ് യോഗേ എന്നുള്ളതിന് ഒന്നുകൂടെ വ്യാഖ്യാനം. ഈശ്വരാരാധനാർത്ഥേ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഈശ്വര ആരാധനാർത്ഥമാക്കി മാറ്റുമ്പോൾ, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും ഈശ്വരാരാധനാർത്ഥമാക്കി മാറ്റാം. അതാണ് ഗീത പഠിപ്പിക്കുന്നത്. അതാണ് കർമ്മയോഗം. ചെയ്യുന്ന ഏത് കർമ്മത്തെയും ഈശ്വരൻ പ്രസാദിക്കാനുള്ള കർമ്മമാക്കി മാറ്റാം, പൂജയാക്കി മാറ്റാം. അപ്പൊ ഈശ്വരാരാധനാർത്ഥേ കർമ്മയോഗേ, ഇവിടെ യോഗേ എന്നുള്ളതിനെ കർമ്മയോഗേ എന്ന് കൊണ്ടുവന്നു. കർമാനുഷ്ഠാനേ സമാധിയോഗേ ച,
നമ്മുടെ കർമാനുഷ്ഠാനങ്ങൾ കർമ്മയോഗമായി ചെയ്ത് പിന്നെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന പ്രക്രിയയാണ് സമാധി യോഗം എന്ന് പറയുന്നത്. അതിനെയാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കർമ്മങ്ങളെ കർമ്മയോഗമാക്കി മനസ്സിനെ പക്വപ്പെടുത്തിയാൽ നമ്മുടെ മനസ്സ് ധ്യാനത്തിന് സജ്ജമാകും, ഏകാഗ്രമാകും, വിളിച്ച വഴിക്ക് വരും, അതിനൊരു സംസ്കാരമുണ്ടാകും. അപ്പം അതിനാണ് സമാധി യോഗേച്ച്. ആ സമാധി യോഗത്തിലും ഇമാം ഈ അനന്തരം ഏവ ഉച്യമാനാം ബുദ്ധിം, ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള ബുദ്ധിയെ ശൃണു, കേട്ടോളൂ. അപ്പോൾ കർമ്മയോഗത്തെക്കുറിച്ച്, ആ കർമ്മയോഗം നമ്മളെ എവിടെ എത്തിക്കും? ജ്ഞാനയോഗം എന്ന ശ്രീകോവിലിൻ്റെ സോപാനം കടത്തി, ഉമ്മറപ്പടി കടത്തി നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കും. ആ ശ്രീകോവിലിൻ്റെ വാതിൽ കടന്ന് നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കും. പിന്നെ ശ്രീകോവിലെത്തിയാൽ പിന്നെ കണ്ണ് തുറക്കുക വേണ്ടു നമ്മൾ ഭഗവാനെ കാണാൻ. ആ കണ്ണ് തുറക്കലാണ് ജ്ഞാനം. ആ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് എത്തുന്നത് വരെയുള്ളതാണ് കർമ്മയോഗം. അല്ലേ? ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത് വരെ ചെയ്യുന്നത് കർമ്മയോഗം. അവിടെ എത്തി കണ്ണ് തുറന്ന് ഭഗവാനെ കാണേണ്ട വിധം കാണുന്നത് ജ്ഞാനയോഗം. അവിടെ ചെന്ന് അവിടെയുള്ള ദീപങ്ങളുടെ വെളിച്ചത്തിൽ ഭഗവാനെ ദർശിക്കുക, അത് ജ്ഞാനയോഗം. അപ്പോൾ അതുവരേക്ക് എത്തിക്കാൻ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൻ്റെ അകത്തുള്ള ഗുരുവായൂരപ്പ വിഗ്രഹത്തെ കാണാൻ കഴിയില്ല. വീട്ടിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ എത്തണം. ക്യൂവിലൊക്കെ നിന്ന് ഗുരുവായൂരപ്പൻ്റെ സോപാന മുമ്പിൽ എത്തിയാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ കണ്ണടക്കിയല്ല, കണ്ണ് തുറന്ന് ഭഗവാനെ കാണുക. അതുവരെ എത്തിയത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണ്ട രീതിയിൽ കാണുക, കണ്ട് ആസ്വദിക്കുക, നിർവൃതി അടയുക. അപ്പം അതുപോലെ ഈ ശ്രീകോവിലിൻ്റെ മുമ്പിൽ എത്തുന്നത് വരെയുള്ള പ്രോസസ്സാണ് കർമ്മയോഗം. എത്തിക്കഴിഞ്ഞാൽ കണ്ണ് തുറക്കുന്ന പ്രോസസ്സാണ് ജ്ഞാനയോഗം. കണ്ണില്ലാത്തവർക്ക് അത്രയും കഷ്ടപ്പെട്ട് അവിടെ എത്തിയിട്ട് കാര്യമില്ല. അവർക്ക് എവിടെ ഇരുന്നാലും ഗുരുവായൂർ തന്നെയാണ്. കണ്ണ് കാണാത്തവർ ഇപ്പോൾ ഗുരുവായൂരപ്പനെ കഷ്ടപ്പെട്ട് കാണാൻ വേണ്ടിയിട്ട് ക്യൂലൊന്നും നിന്ന് അവിടെയൊന്നും എത്തേണ്ട കാര്യമില്ല. അവരവിടെ ചെന്നാലും കാണാൻ പോകുന്നത് വീട്ടിലിരുന്നാലും കാണാം. അപ്പം അവിടെ എത്തിയാൽ കണ്ണടക്കിയല്ല വേണ്ടത്, അവിടെ എത്തിയാൽ കണ്ണ് തുറന്ന് ഗുരുവായൂരപ്പനെ കാണുക. എന്നിട്ട് അടച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് കാണാൻ. അത് വേറെ സന്ദർഭവശാൽ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഇമാം അനന്തരം ഏവ ഉച്യമാനാം ബുദ്ധിം ശൃണു, ഇനി പറയാൻ പോകുന്ന ബുദ്ധിയെ കേട്ടോളൂ. താം ബുദ്ധിം സ്തൗതി, ആ ബുദ്ധിയെ പ്രശംസിക്കുകയാണ്, സ്തുതിക്കുകയാണ് അടുത്ത വരികൾ. അതാണ് പ്രരോചനാർത്ഥം. പ്രരോചനാർത്ഥം എന്ന് പറഞ്ഞാൽ അർജുനന് താല്പര്യം ജനിപ്പിക്കാൻ, രുചി ഉണ്ടാക്കാൻ. ബുദ്ധ്യാ യയാ യോഗവിഷയാ യുക്തോ, ഹേ പാർത്ഥ, ഏതൊരു യോഗവിഷയമായ ബുദ്ധിയോടുകൂടി യുക്തനായാൽ, അല്ലയോ അർജുന, കർമ്മബന്ധം കർമ്മയേവ ധർമാധർമാഖ്യോ ബന്ധ കർമ്മബന്ധ, കർമ്മം തന്നെയാണ് ബന്ധം. ധർമാധർമ്മം എന്ന പേരിലുള്ള പുണ്യ പാപ രൂപത്തിലുള്ളതായിട്ടുള്ള ബന്ധം കർമ്മബന്ധം. തം പ്രഹാസ്യസി, അതിനെ നീ നശിപ്പിക്കും. എങ്ങനെ? ഈശ്വരപ്രസാദ നിമിത്ത ജ്ഞാനപ്രാപ്തേഹ ഇത്യഭിപ്രായ. ഈശ്വരപ്രസാദ നിമിത്തമായിട്ടുള്ള ജ്ഞാനപ്രാപ്തി കൊണ്ട്, നിന്റെ ഉള്ളിലുള്ള ഈശ്വരൻ പ്രസാദിച്ച് നിനക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടാകും. അപ്പോൾ നീ കർമ്മയോഗം അനുഷ്ഠിച്ചാൽ നിന്റെ ഉള്ളിലുള്ള ഈശ്വരൻ പ്രസാദിക്കും. ഈശ്വരൻ പ്രസാദിച്ചാൽ എവിടെ അറിയാം? നിന്റെ മനസ്സും ബുദ്ധിയും പ്രകാശിക്കും. അങ്ങനെ പ്രകാശിച്ചതായിട്ടുള്ള ബുദ്ധിയിൽ നിനക്ക് ആ ആത്മബോധം ഉദിച്ചാൽ കർമ്മബന്ധം അറ്റുപോകും. അതാണ് ഇവിടെ ഈശ്വരപ്രസാദ നിമിത്ത ജ്ഞാനപ്രാപ്തേഹേ. ഈശ്വരപ്രസാദ നിമിത്തമായുണ്ടായ ജ്ഞാനപ്രാപ്തിയിൽ നിന്ന്, ജ്ഞാനപ്രാപ്തി ഹേതുവായിട്ട് ഇത്യഭിപ്രായ എന്നാണ് അഭിപ്രായം.
അപ്പോൾ കർമ്മയോഗം അനുഷ്ഠിച്ചാൽ നമ്മുടെ അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും, ഈശ്വര പ്രസാദമുണ്ടാകും, ജ്ഞാനപ്രാപ്തിക്ക് നമ്മൾ യോഗ്യരായിത്തീരും. അങ്ങനെ ഈശ്വര അനുഗ്രഹം കൊണ്ട് ജ്ഞാനവും നേടിയാൽ മോക്ഷം ഗ്യാരണ്ടി. അപ്പോൾ ആ കർമ്മയോഗത്തെ പ്രശംസിച്ചതാണ് ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി എന്ന വരികൾ. ആദ്യത്തെ വരിയിൽ ഇതുവരെ പറഞ്ഞത് സാഖ്യയോഗമെന്നും ഇനി പറയാനിരിക്കുന്നത് കർമ്മയോഗമെന്നും വേർതിരിച്ച് കാണിച്ചു. എന്നിട്ട് കർമ്മയോഗത്തെ പ്രശംസിച്ചു. അതാണ് ഇപ്പം ഉണ്ടായത്. ഇനിയാണ് കർമ്മയോഗത്തെ ശരിക്കും പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എന്താണ് കർമ്മയോഗമെന്നും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു തുടങ്ങുന്നത്. ഈ 2-ാം അധ്യായത്തിലെ കർമ്മയോഗം വളരെ ചുരുക്കി പറയുന്നത്. ഇത് കൂടുതൽ വ്യക്തമാവാത്തത് കൊണ്ടാണ് അർജുനൻ കൺഫ്യൂസ്ഡായിട്ട് ചോദ്യം വരുന്നത്. അങ്ങനെയാണ് 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ 3-ാം അധ്യായത്തിൽ വിശദീകരിച്ച് പറയാൻ പോകുന്ന വിഷയം 2-ാം അധ്യായത്തിൽ ഇനി സംഗ്രഹിച്ച് പറയാൻ പോകുന്നു. നമുക്ക് നാളെ കേൾക്കാം. യേഷാ തേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. ഗീത നാളെ വൈകുന്നേരം തുടരാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഹരേ കൃഷ്ണ. ഹരി ഓം. ഹരി ഓം.